ന്യൂസ് പേപ്പർ ബോയ് മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചിത്രമാണ് 1955 പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ്. തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള 20-നും 23-നും മധ്യേ പ്രായമുള്ളവർ ചേർന്ന് നടത്തിയ സംരംഭമായിരുന്നു ഈ ചിത്രം. എല്ലാറ്റിനും നേതൃത്വം കൊടുത്തു നിന്നത് പി. രാമദാസ് എന്ന ചെറുപ്പക്കാരനാണ്. കഥയും രാമദാസിൻ്റേത്, തിരക്കഥ നാഗവള്ളി RS കുറുപ്പിൻ്റേതായിരുന്നു. സംവിധാനം പി. രാമദാസ്, ഛായാഗ്രഹണം മാധവൻ നായർ, ഗാനരചന KC പൂങ്കുന്നം, സംഗീതം A. വിജയൻ, A. രാമചന്ദ്രൻ. 12 ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. നായകസ്ഥാനത്ത് ഒരു ബാലൻ വരുന്നതും ഫ്ലാഷ് ബാക്ക് സമ്പ്രദായമനുസരിച്ച് കഥ പറയുന്നതും ഒരു നവ അനുഭവമായിരുന്നു. നാഗവള്ളി RS കുറുപ്പ്, നെയ്യാറ്റിങ്കര കോമളം, ചാന്ദിനി, അടൂർ പങ്കജം, വീരൻ, മാസ്റ്റർ മോനി, ബേബി, കുര്യാത്തി, വെങ്കടേശ്വരൻ, ഉഷ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. അക്കാലത്ത് ഇതിലെ പ്രമേയം പ്രേക്ഷകർക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടോ എന്തോ പ്രദർശന വിജയം നേടാതെ പോയ ചിത്രമായിരുന്നു ഇത്. സാധുവായ ശങ്കരൻ നായർ ഒരു പ്രസ് തൊഴിലാളിയാണ്. ഭാര്യയായ കല്യാണിയമ്മ അടുത്ത വീട്ടിലെ അടിച്ചുതാളി ജോലിക്കാരിയും. ആ വീട്ടിൽ മക്കളായി അപ്പുവും ബാലനും ലീലയുമുണ്ട്. ബുദ്ധിമുട്ടിൻ്റെ അകത്തായിരുന്നു ആ ജീവിതം. സാമ്പത്തിക പ്രശ്നം മൂലം ലീലയുടെ പഠിത്തം മുടങ്ങി. അപ്പുവിന് പുസ്തകത്തിനും ഫീസിനും പണമില്ലാത്ത അവസ്ഥ. ഇതിനിടെ ശങ്കരൻ നായരുടെ കൈ അച്ചടി യന്ത്രത്തിൽ കുരുങ്ങി. അയൽക്കാരനായ വിറക് വെട്ടുകാരൻ കിട്ടുവമ്മാവൻ സ്ഥലത്തെത്തി സഹായത്തിന് നിന്നു. പരിക്കുപറ്റി ഭേദമായി എത്തിയ ശങ്കരൻ നായർക്ക് പിന്നീട് പ്രസ്സിൽ ജോലിയെടുക്കാൻ ഉടമ സമ്മതിച്ചില്ല. വീട്ടുവാടക മുടങ്ങി. ക്രമേണ ശങ്കരൻ നായർ ക്ഷയരോഗ ബാധിതനായി. കിട്ടുവമ്മാവൻ ഡോക്ടറുമായി ശങ്കരൻ നായരെ ചികിത്സിപ്പിക്കാനെത്തി. പക്ഷേ അപ്പോഴേക്കും ശങ്കരൻ നായർ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പു പഠിപ്പ് നിർത്തി. കിട്ടുവമ്മാവൻ്റെ മകൻ രാഘവൻ മദ്രാസിൽ നിന്ന് എത്തിയപ്പോൾ അപ്പുവിനെ കൂടെ കൊണ്ടുപോയി. വീട്ടുവേലക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങി അപ്പുവും. ഗൃഹനായികയായ കമലമ്മ അവനെ നിരന്തരം ദ്രോഹിക്കാൻ തുടങ്ങി. ഒടുവിൽ സഹികെട്ട് അവൻ അവിടം വിട്ടു. പട്ടണത്തിൽ നട്ടം തിരിയാൻ തുടങ്ങി. അപ്പോഴാണ് അവന് അവിടുള്ള തെരുവ് പിള്ളേരുടെ നേതൃസ്ഥാനത്തുള്ള പാപ്പനുമായി പരിചയപ്പെടാൻ അവസരം വരുന്നത്. പാപ്പൻ സഹായത്തിന് തയ്യാറായി. കല്യാണി അമ്മയും ക്ഷയരോഗിയായി. കിടപ്പിലായ കല്യാണി അമ്മയുടെ അടുത്തേക്ക് രാഘവൻ അപ്പുവിനെ അയച്ചു. പാപ്പനും ഈ കാര്യത്തിൽ അപ്പുവിനെ സഹായിച്ചു. എന്നാൽ അപ്പു നാട്ടിലെത്തിയപ്പോഴേക്കും അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു. കിടപ്പാടം പോലും നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് താങ്ങാവേണ്ട ചുമതല അപ്പുവിനായി. അനിയനെയും അനുജത്തിയെയും പുലർത്താൻ അപ്പു ന്യൂസ് പേപ്പർ വിൽക്കുന്ന ജോലി ഏറ്റെടുത്തു. നല്ല നാളെ വിഭാവനം ചെയ്ത് അപ്പുവും ഉറ്റവരും വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങി.